ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ആരോപണങ്ങളും അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങളും മന്ത്രി ഒന്ന് മാപ്പ് പറഞ്ഞതോടെ അവസാനിച്ചിരിക്കുകയാണ്. തങ്ങൾ തമ്മിലുണ്ടായത് കുടുംബ പ്രശ്നമാണെന്നും അത് പറഞ്ഞു തീർത്തു എന്നും മന്ത്രി മാധ്യമങ്ങളെ കണ്ട് അറിയിച്ചിരുന്നു. തനിക്ക് പ്രണയമുണ്ടെന്നും അത് തന്റെ വ്യക്തിപരമായ കാര്യമാണെന്നും പറഞ്ഞ് ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണനാണ് ഗണേഷ് കുമാറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടതായും അത് കണ്ടുവന്ന ഭാര്യയെ ഗണേഷ് കുമാറും ജീവനക്കാരും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നുമാണ് യദുകൃഷ്ണൻ ആദ്യം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിനു പിന്നാലെ വിഷയം പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തിരുന്നു. സംഭവം വിവാദമായപ്പോൾ മന്ത്രിയുടെ ഭാര്യ തന്നെ തനിക്കേറ്റ ഉപദ്രവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. ഇതിന് പിന്നാലെ യദുകൃഷ്ണൻ DGPക്ക് പരാതി നൽകുകയായിരുന്നു. മന്ത്രിയുടെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ വന്ന പശ്ചാത്തലത്തിൽ മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത്രയും സംഭവങ്ങൾ ഇന്നലെ വരെ ഉണ്ടായതാണ്. വലിയ രീതിയിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ സൈബർ അറ്റാക്കുകളും മറ്റുമുണ്ടായിരുന്നു. സംഭവത്തിൽ ഒരു ദിവസം പിന്നിടുമ്പോൾ കുടുംബ പ്രശ്നം ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണ്. താനും ഭാര്യയുമായി ഉണ്ടായ പ്രശ്നം പറഞ്ഞു തീർത്തെന്നും ഭാര്യയോട് മാപ്പ് പറഞ്ഞെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ശരിയാണ്, മന്ത്രിയും ഭാര്യയുമായി ഉണ്ടായത് അവരുടെ കുടുംബ പ്രശ്നമാണ്. അതവർ പറഞ്ഞ് പരിഹരിച്ചു, നല്ല കാര്യം. ഇതിനൊക്കെ അപ്പുറത്ത് മിസ്റ്റർ KB ഗണേഷ് കുമാർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഒരു നിയമസഭാ സാമാജികനാണ്. അങ്ങനെയുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യമാണോ ഇതൊക്കെ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് നമുക്ക് ചുറ്റും. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയപ്പോഴും രാഹുലിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെ പരാതികൾ ഉയർന്നപ്പോഴും MLA സ്ഥാനം രാജിവെക്കാൻ മുറവിള കൂട്ടിയ സൈബർ സഖാക്കന്മാർ എവിടെ പോയി എന്ന് ചോദിക്കുന്നവരാണ് ഏറെയും. തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. മാങ്കൂട്ടത്തിലായാലും ഗണേഷ് കുമാർ ആയാലും. മാങ്കൂട്ടത്തിലിന്റെയോ ഗണേഷ് കുമാറിന്റെയോ പക്ഷം പിടിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും. അങ്ങനെയെങ്കിൽ ഭാര്യ ബിന്ദു മേനോൻ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതിന് പിന്നിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പരക്കെ ഉയർന്ന സംശയം. ആദ്യം ഭർത്താവിനെതിരെ പരാതിയുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു. ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഭാര്യയും ഭർത്താവും ഒന്നാകുന്നു. ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു നാടകത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയർന്ന ചോദ്യം. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് പറയുകയും പിന്നീട് തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തെന്നും പറയുന്നു. ഇത് ശരിക്കും നാടകമായിരുന്നോ അതോ ആരുടെ തിരക്കഥയാണ് ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയതെന്നും ചോദിക്കുന്നവരുണ്ട്. അതിനിടയിൽ ഉയരുന്ന മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്: സംഭവം നടക്കുന്ന സമയത്തോ അത് കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലോ എന്തുകൊണ്ട് ഭാര്യ ഇതിനെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തിയില്ല? തനിക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സമീപിച്ച പ്രമുഖരായ 2 സ്ത്രീരത്നങ്ങളും കൈമലർത്തിയപ്പോൾ പോലും മാധ്യമങ്ങളെ അറിയിക്കാതെ ഇരുന്നത് എന്തുകൊണ്ടായിരുന്നു? മന്ത്രി തെറ്റുകാരനാണെങ്കിൽ ഈ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചവരും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടും അത് മൂടിവെച്ചവരും എല്ലാം തെറ്റുകാരാണ്. അങ്ങനെ ഗണേഷ് കുമാറും ഭാര്യയും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നായി. ഇനി വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ടറിയാം.